Good afternoon. കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റല്ലേ നിങ്ങൾക്ക്? ഓക്കെ. അശ്വതി, ജോജിതു, സജിത, ഇത്രയും പേരൊക്കെയാണോ? അതോ ക്ലാസ് കഴിഞ്ഞോണ്ടാണോ കേറാത്തത്? ഇന്നും കൂടി നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ കുറവാണോ കേറുന്നേ ക്ലാസ്സിൽ? ഞാൻ കുറെ ഒരാഴ്ചയോളായില്ലേ ക്ലാസ്സിൽ കയറിയിട്ട്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മള് ഹൗസ് കീപ്പിംഗ് സർവീസ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ക്ലാസ്സുകളൊക്കെ ടീച്ചേഴ്സ് കയറിയേക്കായിരുന്നു അല്ലെ. നിഷ മാം കയറി, സോളി മിസ് കയറി, ആദ്ര മിസ് ഒക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടില്ലല്ലോ അല്ലെ. ഈ ആഴ്ച നമുക്ക് ക്ലാസ് ഒന്നും കിട്ടിയില്ല. മൺഡേ ഉണ്ടായിരുന്നു, വെനസ്ഡേ ഉണ്ടായിരുന്നു, വെനസ്ഡേ ഉണ്ടായിരുന്നു അല്ലെ. 3 ക്ലാസ്സും പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ ആതിര മിസ്സിന്റെ അവർ കയറിയതാണ് കേട്ടോ. ഇനിയിപ്പോ ഇന്നും കൂടി അല്ലേ ഉള്ളൂ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ പറയാം. ജസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യിക്കാം എന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. ഓക്കെ. കുറച്ച് ദിവസങ്ങളായില്ലേ, നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ചോദിച്ചോ മിസ് ഇവിടെ ഇല്ല? എന്താണ് ആരും ഒരു മറുപടിയും പറയാത്ത? ഓക്കെ. പിന്നെ കുട്ടികളൊക്കെ 10 പേരാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് നമുക്ക് എല്ലാ ചാപ്റ്ററുകളുടെയും പെട്ടെന്ന് ഒന്ന് കയറിപ്പോ നമുക്ക് നോക്കി പോകാം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എക്സാം ടെൻഷനിലായിരുന്നു. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എളുപ്പമായിരുന്നല്ലോ എക്സാം. 3rd 4th മൊഡ്യൂൾ എക്സാം എളുപ്പമായിരുന്നില്ല എല്ലാവർക്കും? എളുപ്പമായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് കണ്ടു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന അറിയാം. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു. പിന്നെ ഇച്ചിരി വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മെയിൻ എക്സാമിന്റെ ഡേറ്റ് നിങ്ങക്ക് വന്നിട്ടില്ലല്ലോ. നിങ്ങക്ക് എക്സാമിന്റെ ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ നാളെയൊക്കെ ആയിട്ട് ചിലപ്പോ ഗ്രൂപ്പിൽ അറിയിക്കുമായിരിക്കും. എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. എന്നാലും നമുക്ക് അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇൻഫോർമേഷൻ തരും കേട്ടോ. എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഡേറ്റ് വന്നിട്ടില്ല. പിന്നെ എന്താണ് വേറെ? എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ പിള്ളേരല്ലേ. പിന്നെ ഇനി ടെൻഷൻ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എക്സാമും ബുദ്ധിമുട്ടാവും. ചെയ്താലൊന്നുമില്ല, ജസ്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എത്ര എക്സാം എഴുതി? ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ കഴിഞ്ഞു, തേർഡ് പേപ്പർ കഴിഞ്ഞു, ഫോർത്ത് പേപ്പർ കഴിഞ്ഞു അല്ലെ. ഈ എക്സാം ആദ്യത്തെ എക്സാമിനാണെങ്കിൽ ഓക്കെ, ടെൻഷനാണ്. ഇനിയിപ്പോ ഇത്ര എക്സാം എഴുതി കഴിയുമ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ. ഇനിയിപ്പോ പേടിക്കൊന്നും വേണ്ട, എളുപ്പമായിരിക്കും എക്സാം. ഇനിയിപ്പോ കിട്ടുന്ന സമയം നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരും കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ ഡേറ്റും കാര്യങ്ങളും എക്സാമിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് അപ്പോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ സെക്ഷനിൽ വന്നേന്ന് ഓർക്കണ്ട. ഇത് മറന്നുപോയോ? ഫസ്റ്റ് മൊഡ്യൂളില് നമ്മൾ എടുത്തത് ഏതൊക്കെയായിരുന്നു? ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി അല്ലായിരുന്നോ? 2 ചാപ്റ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് ഇത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ നോക്കുക. ഗൈഡും ഉണ്ടല്ലോ, ഗൈഡും നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതൊക്കെ തന്നെ പഠിക്കുക കേട്ടോ. എല്ലാവരും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അത് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ നമ്മള് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മള് കറക്റ്റ് ആൻസർ നോക്കി ചൂസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യം. എല്ലാവർക്കും എളുപ്പമായിരിക്കും എക്സാം ഒക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ. അതിനകത്ത് ഞാൻ എടുക്കുന്ന സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നില്ല. നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി പോകാം കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളില് ഏതായിരുന്നു? ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി അല്ലായിരുന്നു എടുത്തിരുന്നത്? 2 ചാപ്റ്റർ അല്ലേ. അപ്പൊ അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2 ചാപ്റ്ററിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. എഴുതിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക? Which is the first incorporated hospital in America?
ഓപ്ഷൻസ് വേണ്ടല്ലോ. പെൻസിൽവാനിയ ഹോസ്പിറ്റൽ, ഇവിടെ ACMH ഹോസ്പിറ്റൽ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, പെൻസിൽവാനിയ ഹോസ്പിറ്റൽ, നൺ ഓഫ് ദ എബോവ് അങ്ങനെയായിരുന്നു. അറിയാം നമുക്ക് പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു തന്നെ പോണം കേട്ടോ. ഓക്കെ, എഴുതിയെടുക്കണ്ട എല്ലാവരും. നമ്മളത് ഒക്കെ ചെയ്തത് മോക്ക് ടെസ്റ്റുകളിലും ഒക്കെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതൽ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളിൽ നിന്നൊക്കെ ഉള്ളതൊക്കെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റിലാണെങ്കിലും തരുന്നത്. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ സെക്ഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ഞാനെടുത്ത ചാപ്റ്ററുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ചരക, സിശ്രുത, ഹിപ്പോക്രാറ്റ്സ്, സാമുവൽ ഹാനിമാൻ. ഓക്കെ, വെരി ഗുഡ്, ശരിയാണ് അല്ലെ. ഏതാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ പഠിച്ചു പോവാം കേട്ടോ, ഫാദർ ഓഫ് മെഡിസിൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ദ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം ഡാഷ്. ദ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം ഡാഷ്. റോം, ഗ്രീസ്, സുമർ, ഇന്ത്യ. First recorded prescription came from history of hospital chapter in the question ആണത്. ഇതാ എവിടെ നിന്നായിരുന്നു ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ? സുമർ. ഓക്കെ, വെരി ഗുഡ്. സുമർ, SUMER. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത്, ദ ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ സോൾജേഴ്സ് ഇൻ 1664. ഡേറ്റ് ഒന്ന് നോക്കാം കേട്ടോ. First hospital established by East India Company for soldiers in 1664 is at dash. എവിടെയായിരുന്നു? 1664 ചെന്നൈ, മുംബൈ, കൽക്കട്ട, പൂനെ. ചെന്നൈയിലാണ് കേട്ടോ, ചെന്നൈ. എനിക്കിനിപ്പം ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഞാൻ ഓപ്ഷൻസ് എഴുതിയിടാം, ഓപ്ഷൻ പറയാം. അപ്പൊ നിങ്ങൾ ABC എന്നുള്ളത് ടൈപ്പ് ചെയ്താലും മതി. ഫുള്ള് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഓപ്ഷൻ A, B അങ്ങനെ വായിക്കാം. അപ്പൊ ജസ്റ്റ് ഏതാന്നുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇപ്പൊ ലെറ്റർ മാത്രം മെസ്സേജ് ചെയ്താൽ മതിയല്ലോ. The first hospital established in East India Company for soldiers in 1664 is at dash. Option A ചെന്നൈ, B മുംബൈ, ഓപ്ഷൻ C കൽക്കട്ട, ഓപ്ഷൻ D പൂനെ. ഏതായിരുന്നു? ചെന്നൈ. ഓപ്ഷൻ A ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which period Unani medicine introduced? In which period Unani medicine introduced? Options ഞാൻ വായിക്കാം കേട്ടോ. റോമൻ പീരീഡ്, ഓപ്ഷൻ B അക്ബേഴ്സ് പീരീഡ്, ഓപ്ഷൻ C അറബിക് പീരീഡ്, ദെൻ ഓപ്ഷൻ D അശോകാസ് പീരീഡ്. ആർക്കിടെ കാലത്തായിരുന്നു യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻ B. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എളുപ്പമല്ലേ നിങ്ങൾക്ക്? ഓപ്ഷൻ പറഞ്ഞപ്പോ B നട്ടാ മതി. ഏതാണ്? അക്ബേഴ്സ് പീരീഡ്. ഓപ്ഷൻ B ആണ്, അക്ബേഴ്സ് പീരീഡിലാണ് യുനാനി മെഡിസിൻ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു ഇസ് ദ ഫാദർ ഓഫ് ആയുർവേദ? രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കേട്ടോ അവിടെ ഫാദർ. അതപ്പൊ എല്ലാം നോക്കി പോണം കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ, ഫാദർ ഓഫ് ആയുർവേദ, ഫാദർ ഓഫ് യുനാനി, അതൊക്കെ നോക്കി പോകുക. ഹു ഇസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ഓപ്ഷൻ A ഹിപ്പോക്രാറ്റ്സ്, ഓപ്ഷൻ B ചരക, ഓപ്ഷൻ C സിശ്രുത, ഓപ്ഷൻ D നൺ ഓഫ് ദ എബോവ്. വെരി ഗുഡ്. ഓപ്ഷൻ B ആണ് അല്ലെ ഫാദർ ഓഫ് ആയുർവേദ, ചരക. ഹു ഇസ് ദ ഫാദർ ഓഫ് സർജറി? സർജറി ആരായിരുന്നു? സിശ്രുത. അത് അപ്പൊ എല്ലാരും അത് നോക്കിക്കോണം കേട്ടോ. ഫാദർ ഓഫ് മെഡിസിൻ പറഞ്ഞു, ഫാദർ ഓഫ് ആയുർവേദ, ഫാദർ ഓഫ് സർജറി, അതൊക്കെ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോകാം. അല്ലെ ഏതെങ്കിലും ചോദിക്കാം, ഏതെങ്കിലും എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞേക്കുന്നതാണ്. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. An institution providing medical, surgical treatment and nursing care for any ill or injured people is called dash. ഇതാണ് ഹോസ്പിറ്റൽ. an institution ആണെന്ന് തന്നെ അറിയാം അല്ലെ. മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഇനി ഉണ്ടല്ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കും. ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡാഷ്. ഏതില്ല? ഹോസ്പസ്. ഓക്കെ, വെരി ഗുഡ്. ഹോസ്പസ് ആണ്. HOSPES. ഹോസ്പസ്. 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 HOSPES. ഹോസ്പസ് ആണ് കേട്ടോ.
അപ്പൊ അത്രയാണ് ആ 2 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ബാക്കി പേപ്പർ 1 എല്ലാരും ഞാൻ നോക്കുന്നില്ല കേട്ടോ. നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സിന്റെ മാത്രമേ നമ്മൾ റിവൈസ് ചെയ്ത് പോകണുള്ളൂ. നെക്സ്റ്റ് നമ്മള് മൊഡ്യൂൾ പേപ്പർ 2 നമുക്ക് ഒത്തിരി ചാപ്റ്ററുകൾ ഉണ്ട് അല്ലെ. എവിടെയാ ബ്ലഡ് ബാങ്ക് മുതൽ ഉള്ള ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് നമ്മൾ എടുത്തതാണ്. ബ്ലഡ് ബാങ്ക്, CSST, റേഡിയോളജി, ഡയറ്ററി, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ആംബുലൻസ്, ലബോറട്ടറി, ഫാർമസി അല്ലെ, ഇതൊക്കെ നമ്മൾ എടുത്തല്ലേ. ആ ഒരു ചാപ്റ്ററിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന മോർച്ചറി അതൊക്കെ നമുക്കൊന്ന് നോക്കി പോകാം കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാർമസി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ensuring the availability of right medication at the right time, at the right dose and at a minimum possible cost is the objective of dash. ഇത് ഈ പറഞ്ഞേക്കുന്നത് ഏതിന്റെ ഒബ്ജക്റ്റീവ് ആവുന്നതാണ് കേട്ടോ. ഓപ്ഷൻ എയില് ഹോസ്പിറ്റൽ ഫാർമസി, ഓപ്ഷൻ ബിയില് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഓപ്ഷൻ സിയില് both A and B, ഓപ്ഷൻ ഡിയില് none of the above. Ensuring the availability of right medication at the right time, at the right dose. ഏതാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. അത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. That should be in store in a secured area when they are not in use. That should be stored in a secured area when they are not in use. ഏതാണ് നമ്മൾ സെക്യൂർ ഏരിയയിൽ വെക്കണം എന്ന് പറയുന്നത്, ഉപയോഗിക്കാത്ത സമയത്ത് സുരക്ഷിതമായി വെക്കേണ്ടത്. അതിനെ നോക്കിയ പൗഡേഴ്സ്, ഓപ്ഷൻ എയില് പൗഡർ POWDERS പൗഡേഴ്സ്. ഓക്കെ. ഓപ്ഷൻ ബിയില് സിങ്ക്, ഓപ്ഷൻ സിയില് റേഡിയോ ഐസോട്ടോപ്സ്. ഫാർമസിയിൽ പഠിക്കണ്ടേ നമ്മുടെ സെക്യൂർ പ്ലേസിൽ വെക്കണമെന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. റേഡിയോ ഐസോട്ടോപ്സ് ആണ് സെക്യൂർ പ്ലേസിൽ വെക്കണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ബെഡിന്റെ നമ്പർ ഫാർമസിസ്റ്റിന്റെ പറഞ്ഞില്ലേ, ആ ഒരു ബോക്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. അവിടെ ആ ഒരു ഇത് പഠിക്കുക. 8 pharmacists are required up to dash beds in the hospital. 8 pharmacist. അപ്പൊ വേണ്ടത് എത്ര ബെഡിനാണ്? ഓപ്ഷൻ എയില് 200, ഓപ്ഷൻ ബിയില് 300, ഓപ്ഷൻ സിയില് 100, ഓപ്ഷൻ ഡിയില് 500. 8 pharmacists up to 200 beds. അത് കറക്റ്റ് ആയിട്ട് കിടക്കണല്ലേ. അപ്പൊ അത് ഒന്ന് ആ ഒരു ഏരിയയൊക്കെ നോക്കി പോവാട്ടോ. 8 pharmacists required up to 200 beds in the hospital. Okay. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചീഫ് ഫാർമസിസ്റ്റ് ഈസ് ഡാഷ് ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ചീഫ് ഫാർമസിസ്റ്റ് ഈസ് എ ഡാഷ് ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ആരാണ് ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്? അവിടെയും ഒരു ടേബിൾ ഇല്ലേ നമുക്ക്? ചെയർമാന്, ഓപ്ഷൻ ബിയില് മെമ്പർ സെക്രട്ടറി, ഓപ്ഷൻ സിയില് മെമ്പർ, ഓപ്ഷൻ ഡിയില് നണ്ണ്. മെമ്പർ സെക്രട്ടറി ആണ് അല്ലെ ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആണ്. മെമ്പർ സെക്രട്ടറി. ഇനി പിന്നെ അവിടെ ബ്ലഡ് ബാങ്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബ്ലഡ് സെൽ ഹെൽപ്പിംഗ് ബ്ലഡ് ക്ലോട്ടിങ്. അതിന് 4 എണ്ണം നമ്മൾ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് തന്നെ എക്സാമിന് പറഞ്ഞാണ്. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ അല്ലെ. അതിന് ഏതെങ്കിലും ഇതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക്. ഇപ്പൊ ഇതിനകത്തുനിന്ന് ഇവിടെ ചോദിച്ചേക്കുന്നത് വിച്ച് ബ്ലഡ് സെൽ ഹെൽപ്പിംഗ് ബ്ലഡ് ക്ലോട്ടിങ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെല്ല്. നമ്മൾ 4 ബ്ലഡ് സെല്ല് പഠിച്ചു. അതിന്റെ സയന്റിഫിക് നെയിം 3 എണ്ണത്തിന്റെ സയന്റിഫിക് നെയിം പഠിച്ച്. അപ്പൊ അതും അതിന്റെ ഒപ്പം ഒന്ന് നോക്കി പോകുക കേട്ടോ. ഹെൽപ്പിംഗ് ബ്ലഡ് ക്ലോട്ടിങ് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ്. നെക്സ്റ്റ് ബ്ലഡ് ബാങ്കിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഫിലിസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡാഷ് ഡിസീസ്. Syphilis is an infectious dash disease. Bacterial. Option A is bacterial disease. Option B is viral disease. Option C is fungal disease. Option D is none of the above. ഏതാണ് syphilis എന്ന് പറഞ്ഞാൽ? ഇതാണ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. പഠിച്ചിട്ടുണ്ട് ബ്ലഡ് ബാങ്കില്.
പിന്നെ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ ആണോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡ്സ് ഡാഷ് ഗ്ലൗസ്. ഓപ്ഷൻ എയിൽ ഗ്ലൗസ് വരുന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഗോഗിൾസ്, ദെൻ ഓപ്ഷൻ സിയില് ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ദ എബോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഓപ്ഷൻ സി 2 വരുന്നില്ലേ, ഗ്ലൗസ് പറയുന്നുണ്ട്, ഗൂഗിൾസ്, ഇതൊക്കെ എന്നൊക്കെ നമ്മുടെ കണ്ണടകള് ഇങ്ങനെയുള്ളതൊക്കെ PPE ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ അവിടെ പറയുന്നുണ്ട്, PPE ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് ഫാർമസിയിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഇൻ ദ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് ഡാഷ് ഡ്രഗ്സ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ലാബ് ടെസ്റ്റ്. ഇൻ ദ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് ഡാഷ് ഡ്രഗ്സ്, ഏത് ഡ്രഗ് ആണ് അവിടെ നമ്മള് ടെസ്റ്റിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ്, ക്വാളിറ്റി ഡ്രഗ്സ്, ദെൻ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ദ എബോ. ഏതാണ് അത്? അങ്ങനെ എല്ലാ സെന്റൻസ് അവിടെ എടുക്കുന്നുണ്ട്. ഏതാണ്? ഇൻ ദ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ്. ഞാനാണ് അവിടെ ഫാർമസി എടുത്തത്. എനിക്ക് നിങ്ങളുടെ തൊട്ട് മുന്നുള്ള ബാച്ച് ഞാനാണ് എടുത്തത്. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഏതാണ്? ഇൻ ദ കേസ് ഓഫ് അവിടെ അതുപോലെ തന്നെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. The case of any substandard drugs should be used only after the lab test. അത്രയൊക്കെയാണ് ഫാർമസിന്ന് അവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത CSSD എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Which of the following is not a function of CSSD? ശ്രദ്ധിച്ചേക്കാം കേട്ടോ. Not a function of CSSD. ഇവിടെ ചോദിച്ചേക്കുന്നത് CSSDയുടെ ഫങ്ഷൻസിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഫങ്ഷൻസ് അല്ലാത്തത് ഏത്? നമുക്ക് ഏകദേശം വായിക്കുമ്പോൾ തന്നെ അറിയാം. നോക്കാട്ടോ, CSSDയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയില് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ്ഡ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് CSSDയുടെ വരുന്നതാണ്. അടുത്ത ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. സപ്ലൈകളുടെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റൂലേ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. അത് ബ്ലഡ് ബാങ്കിലല്ലേ നമ്മൾ പഠിച്ചത്. ഓപ്ഷൻ ഡി ആണ് അല്ലെ. അപ്പൊ CSSDയുടെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതായിരുന്നു? ഡി ആണ്. ഓപ്ഷൻ ഡി, കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അതെ. ഹൗ മെനി ഫങ്ഷണൽ ഏരിയാസ് ഇൻ ദ CSSD ഡിപ്പാർട്ട്മെന്റ്? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്നാ നമ്മൾ പഠിച്ചത്? CSSDയില് 6 അല്ലെ. അതായത് നേരെ കിടക്കണ്ട അവിടെ 6 ഫങ്ഷണൽ ഏരിയാസ്. 6 ഫങ്ഷണൽ ഏരിയാസ്. നെക്സ്റ്റ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. Dash is used for cleaning surgical tools. നമ്മൾ പഠിച്ചല്ലോ ഏത് മെഷീനായിരുന്നു ഉപയോഗിക്കുന്നത്? പ്രഷർ വാഷർ, വാക്വം, അൾട്രാസോണിക് വാഷർ, നൺ ഓഫ് ദ എബോ. ഏതാണ്? അതല്ല ചോദിച്ചേക്കണേ. Dash is used for cleaning surgical tool. സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? ഓപ്ഷൻസ് നോക്കിയേ. പ്രഷർ വാഷർ, വാക്വം, അൾട്രാസോണിക് വാഷർ, നൺ ഓഫ് ദ എബോ. നമ്മൾ പഠിച്ചില്ല അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾ. അങ്ങനെ തന്നെ ഉണ്ടല്ലോ CSSDയില്. ആ സെന്റൻസ് തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അൾട്രാസോണിക് വാഷർ ആണ് സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചില്ല. എന്നിട്ട് അതിനകത്ത് ബബിൾസ്, ഇത് വേവ്സ് വരുമ്പോ ബബിൾസ് ഉണ്ടാവും. ബബിൾസ് ആ ഇൻസ്ട്രുമെന്റ്സിൽ ചെന്ന് തട്ടുമ്പോൾ അതിനകത്ത് നിന്നാണ്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇറക്കണ കാര്യമൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. അൾട്രാസോണിക് വാഷർ ആണ് കേട്ടോ.
നെക്സ്റ്റ് നോക്കി ആ ഇൻഡിക്കേറ്റേഴ്സിൽ നിന്നാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വിച്ച് ഇൻഡിക്കേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ? വിച്ച് ഇൻഡിക്കേറ്റർ? ഏതാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, നൺ ഓഫ് ദ എബോവ്. ഏത് ഇൻഡിക്കേറ്റർ ആയിരുന്നു ഡിസ്പ്ലേയിങ് റെക്കോർഡഡ് ടൈം? ഏതാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അശ്വതി ഒന്ന് ശ്രദ്ധിച്ച ക്വസ്റ്റ്യൻ. റെക്കോർഡഡ് ടൈം, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ ത്രൂ ഔട്ട് ദ ടൈം ഓഫ് ദ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഏതാണ്? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ അടുത്ത് ഇവിടെ ഒരു സയന്റിഫിക് നെയിം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സയന്റിഫിക് നെയിം ആണ് ചോദിച്ചേക്കുന്നത്. ദ സയന്റിഫിക് നെയിം ഓഫ് WBC ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏതായിരുന്നു സയന്റിഫിക് നെയിം? ഞാൻ പറഞ്ഞില്ല, അതൊന്ന് നോക്കി വെക്കാം. സയന്റിഫിക് നെയിം ഓഫ് WBC: thrombocytes, leukocytes, erythrocytes, none of the above. ഏതായിരുന്നു സയന്റിഫിക് നെയിം? ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ് ആണ് കേട്ടോ. WBCയുടെ സയന്റിഫിക് നെയിം ആണ് ലൂക്കോസൈറ്റ്. Next, which blood type is known as universal recipient? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നോക്കണം കേട്ടോ. യൂണിവേഴ്സൽ ഡോണറും യൂണിവേഴ്സൽ റെസിപ്പിയന്റ് പറഞ്ഞു. അതിന്റെ അത് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബ്ലഡ് ടൈപ്പ് ആണോ എന്ന് നോക്കണം കേട്ടോ. ബ്ലഡ് ടൈപ്പ് ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ പോലും വിച്ച് ബ്ലഡ് ടൈപ്പ്, ഗ്രൂപ്പ് അല്ല ചോദിച്ചേക്കുന്നത്. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? AB പോസിറ്റീവ്, O പോസിറ്റീവ്, AB നെഗറ്റീവ്, O നെഗറ്റീവ്. ഏതായിരുന്നു യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്? AB പോസിറ്റീവ്. AB പോസിറ്റീവ്. പിന്നെ റേഡിയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഐഡിയലി ഓൺ ദ ഡാഷ് ഫ്ലോർ. ഏത് ഫ്ലോറിലാണ്? ഗ്രൗണ്ട് ഫ്ലോർ. താരതമ്യേന ഗ്രൗണ്ട് ഫ്ലോറിലാണ്. Ideally on the radiology department, ideally on the dash floor. ഏതാണ്? ground floor. Ground floor. Next question. Dash is the connection of the vein and artery that uses a hollow synthetic tube. AV fistula, AV graft, vascular access catheter, none of the above. അത് രണ്ടും പഠിക്കണം നമ്മൾ കേട്ടോ. AV ഫിസ്റ്റുലയും AV ഗ്രാഫ്റ്റും നമ്മൾ പഠിക്കണം. രണ്ടും അത് മാറിപ്പോരുത്. അത് അതിന്റെ ബാലൻസ് ഉണ്ടോ, അതിന്റെ ലാസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇസ് ദ കണക്ഷൻ ഓഫ് ദ വെയിൻ ആൻഡ് ആർട്ടറി ദാറ്റ് യൂസസ് എ ഹോളോ സിന്തറ്റിക് ട്യൂബ്. ഏതാണ്? AV ഗ്രാഫ്റ്റ് ആണ്. ഹോളോ സിന്തറ്റിക് ട്യൂബ്. Vein and artery that uses a hollow synthetic tube. Hollow synthetic tube, AV graft. പിന്നെ അതിനകത്തുനിന്ന് ആ സയന്റിഫിക് നെയിം അതൊക്കെ ആ ഏരിയകളൊക്കെ നോക്കി പോവുക കേട്ടോ. പിന്നെ അതിനകത്ത് പിന്നെ ആ റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ്, നമ്മൾ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒക്കെ ഇല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പോണം കേട്ടോ. ആ ഏരിയ അന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാണ്. ഏതെങ്കിലുമൊക്കെ മാറി മാറി ചോദിക്കാവുന്നതാണ്. പബ്ലിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ആണ് ഏത്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റാഫ് ആണ് ഏത് വരുന്നത്? സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ഏതാണ്? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതിന് മൂന്നെണ്ണത്തിനും ഒക്കെ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഡാഷ് ആർ ഹെൽത്ത് പ്രൊഫഷണൽ ഐഡിയലി സ്കിൽ ഓൺ? AV ഗ്രാഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണോ? AV ഗ്രാഫ്റ്റ് അത് ഞാനിവിടെ ഷെയർ ചെയ്തിടണോ? Dash is the connection of vein and an artery that uses a hollow synthetic tube. ഞാൻ ആ PDF ഇവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ബ്ലഡ് ബാങ്കിലല്ലേ? അല്ല, ഡയാലിസിസില്. അതിപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോരുത് കേട്ടോ.
അതിന്റെ PDF ഇവിടെ കിടക്കണ്ടോ എന്ന് നോക്കട്ടെ. ഡയാലിസിസ് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് മതി. ആ ടെസ്റ്റില് ഡയാലിസിസിന്റെ അതൊന്ന് എടുത്ത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അതൊക്കെ കിട്ടിയില്ലേ? ഞാൻ ഇതിനകത്ത് നേരത്തെ എടുത്തതായതുകൊണ്ടേ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും, കണ്ടുപിടിച്ചെടുക്കണേ. അതിനകത്ത് കണ്ട. അപ്പൊ അതിനകത്ത് നമ്മൾ AKI acute kidney injury, sudden episode of kidney failure അത് പറഞ്ഞു. പിന്നെ ESKD expanded form functions, പിന്നെ ഹീമോഡയാലിസിസ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് കണ്ട ഇവിടെയാണ് ഇത് കിടക്കുന്നത് ആർട്ടറി AV fistula. AV fistula is a surgical connection between an artery and vein. അത് അത്രേ ഉള്ളൂ അവിടെ. സർജിക്കൽ ആർട്ടറിയും വെയിനും തമ്മിലുള്ള സർജിക്കൽ കണക്ഷൻ, അതാണ് AV fistula എന്ന് പറയുന്നത്. എന്നാൽ AV graft ആണെങ്കിലോ അവിടെ അതിന്റെ വാല് പോലെ അവിടെ ഉണ്ട് അല്ലെ. AV graft നോക്കിയേ is a kind of access used for hemodialysis. AV graft is a connection of vein and an artery that uses a hollow synthetic tube. അതിന്റെ ബാലൻസ് കണ്ടോ? is a connection of vein and artery എന്തുപയോഗിച്ചിട്ടാണ്? ഒരു hollow synthetic tube. രണ്ടെണ്ണം മനസ്സിലാക്കി വെക്കാട്ടെ. അത് മിക്കവാറും ഒക്കെ ചോദിക്കാറുള്ളതാണ് രണ്ടെണ്ണം, ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും. അത് ആ ഹോളോ സിന്തറ്റിക് ട്യൂബ് എന്ന് കണ്ടാൽ AV ഗ്രാഫ്റ്റ് ആണ്. അത് ഗ്രാഫ്റ്റ് AV ഫിസ്റ്റുല. ഓക്കെ, കിട്ടിയില്ലേ? നമുക്ക് അതിനകത്ത് ചോദിക്കാണ്ട്. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഈ സെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പാൻഡഡ് ഫോംസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. CAPD, CCPD, IPD ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, പിന്നെ ആഫ്റ്റർ ഇഫക്ട്സുകൾ HD ഹീമോഡയാലിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിന്റെ ഒക്കെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത്. പിന്നെ ഡയാലിസിസ് സെന്റർ, പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ഒക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. പിന്നെ റേഡിയേഷനിൽ നമ്മൾ പറഞ്ഞ ആ മൂന്നെണ്ണം, പബ്ലിക് റേഡിയേഷൻ, മെഡിക്കൽ റേഡിയേഷൻ, ഓക്യുപേഷണൽ റേഡിയേഷൻ, അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ അടുത്ത് which department is responsible for the quality and quantity of food supplied in hospital? Which department is responsible for the quality and the quantity of food supplied in the hospital? ഏതാണ്? നഴ്സിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ്, ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. supplied in the hospital. ഒന്ന് ശ്രദ്ധിക്കാം. quality of food supplied in the hospital. ഹോസ്പിറ്റലിന്റെ അത് ഏതാണ്? എന്ത് കാറ്ററിംഗ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളത് നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും ഇത് കിടക്കുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. നെക്സ്റ്റ്, Dash are special hospital rooms that keep the patient separate from other people while receive medical care. Dash are special hospital rooms that keep the patient separate from other people while receive medical care. ഏതാണ്? സ്പെഷ്യൽ ഹോസ്പിറ്റൽ റൂം. കൺസൾട്ടേഷൻ റൂം ആണോ? ഞാൻ ഓപ്ഷൻസ് പറയാം. മെഡിക്കൽ
റൂം ഉണ്ട്, എമർജൻസി റൂം ഉണ്ട്, ഡ്യൂട്ടി റൂം ഉണ്ട്, ഐസൊലേഷൻ റൂം ഉണ്ട്. മറ്റുള്ള ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ പറയണ്ടല്ലോ, മറ്റുള്ള പേഷ്യൻസിൽ നിന്നൊക്കെ നമുക്ക് ഇതാവാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ആ പേഷ്യന്റിനെ ഒറ്റയ്ക്ക് ഒരു മുറിയില് അല്ലെ മറ്റാരുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ അവര് കീപ്പ് ചെയ്യുന്ന അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ റൂംസ് ആണ് ഐസൊലേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനിൽ പറയുന്നുണ്ട് there are special hospital rooms that keep the patients separate from other people while receiving medical care. ഇതാണ് isolation room. Next question, which of the following is not included in the functions of laboratory service? Laboratory function, laboratory service in the functions. നമ്മൾ ആ ടേബിൾ ഉണ്ടല്ലോ ലബോറട്ടറിയിലെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിച്ചേക്കണേ. ലബോറട്ടറി സർവീസിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ക്ലിനിക്കൽ പത്തോളജി, clinical pedology, clinical microbiology, clinical biochemistry. ഏതാണ്? പത്തോളജി വന്നില്ലേ? ക്ലിനിക്കൽ പത്തോളജി ആ ഒരു 3 ഇതായിട്ട് കൊടുത്തേക്കണം ആ ഫ്രണ്ട് പേജിൽ തന്നെ. ക്ലിനിക്കൽ പത്തോളജി വരുന്നുണ്ട്, ക്ലിനിക്കൽ മൈക്രോബയോളജി ഉണ്ട്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ ബി ആണ്, ക്ലിനിക്കൽ പെഡോളജി. ഇവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചേക്കുന്നത് ഡയാലിസിസിന് തന്നെയുള്ളതാണ്. ESKD ആണ് ചോദിച്ചേക്കണേ. expand ESKD. FP stage kidney disease, exo stage kidney disease, end stage kidney disease, endro stage kidney disease. ഏതാണ്? end stage. ESKD യുടെ എക്സ്പാൻഡഡ് ഫോം. ഏതായാലും 1 or 2 എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ നിങ്ങൾക്ക് എക്സാമിന്. എക്സ്പാൻഡഡ് ഫോം end stage kidney disease. ഇവിടെ ചോദിച്ചേക്കണം ഡയാലിസിസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്? മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ്. Which is the most common type of dialysis? Hemodialysis, peritoneal dialysis, CRRT, none of the above. ഏതാണ് കോമൺ? ഹീമോഡയാലിസിസ് അല്ലെ? കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ്. പിന്നെ അടുത്തത് പിന്നെ ആംബുലൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അവിടെ. എനിക്ക് which of the following ambulance service may be give free of charge to patient use the hospital service? Which of the following ambulance service may be given free of charge to patient use the hospital service? ആ പേഷ്യന്റ് ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇതായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ആംബുലൻസ് സർവീസ് കൊടുക്കുന്ന ഏതാ? ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ ഒന്നോട് നോക്കിയേ. ഫ്രീ ആന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് എഴുതല്ലേ. നോക്കിയേ, in which of the following ambulance service may be given free of charge to patient use the hospital service? അവിടെ ഒരു വാല് കഷ്ണം ഉണ്ട് അവിടെ. ഹോസ്പിറ്റൽ സർവീസ് ഉപയോഗിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ആംബുലൻസ് എടുത്തപ്പോ ഇപ്പൊ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 1 മാസം ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റൽ അത്രയും ദിവസം ഹോസ്പിറ്റൽ ഫണ്ടഡ് ആണ്. അതായത് എന്താ? ഹോസ്പിറ്റലിൽ അത്രയും ദിവസം ആ പേഷ്യന്റ് അവിടെ കിടന്നു. അയാളുടെ കയ്യിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് ഹോസ്പിറ്റലുകാർ ഈടാക്കിയുണ്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റ് അവിടെ കിടന്ന് മരിക്കുമ്പോൾ അവർക്കുടെ ബോഡി ആ വ്യക്തിയുടെ ബോഡി ഫ്രീ ആയിട്ട് കൊടുക്കും. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നഷ്ടമൊന്നും വന്നില്ലല്ലോ. അത്രയും ദിവസം ആ ഒരു പേഷ്യന്റ് കിടന്നപ്പോ കുറച്ച് പൈസ മേടിച്ചേണ്ട ഓൾറെഡി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ ഹോസ്പിറ്റലിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ ബോഡി ഫ്രീ ആയിട്ട് അതിന്റെ ഒരു ബേസിൽ ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഏതാ വരുന്നത്? ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ മാർഗദർശനം പോലെ അവിടെ ഉണ്ടാവും അവിടെ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആംബുലൻസ് സർവീസ് മേ ബി ഗിവൺ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് യൂസ് ദ ഹോസ്പിറ്റൽ സർവീസസ്. കണ്ടാ? ഇനി തെറ്റിക്കരുത്. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, നൺ ഓഫ് ദ എബോവ്. അങ്ങനെയാണ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ആണ് അതാ. നെക്സ്റ്റ്
Ambulance എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പിൾ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ മെഡിക്കൽ എമർജൻസി? ഏത് സിമ്പിൾ ആണെന്ന് ചോദിച്ചേക്കണേ. മെഡിക്കൽ എമർജൻസി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ സ്റ്റാർ ഓഫ് ലൈഫ്, ഓപ്ഷൻ ബിയില് റെഡ് ക്രോസ്, ഓപ്ഷൻ സിയില് മാൾട്ടീസ് ക്രോസ്, ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോ. ഡി അല്ലെ? എല്ലാരും നമ്മൾ പഠിച്ചല്ലേ മെഡിക്കൽ എമർജൻസി കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളുകളാണ് എല്ലാരും. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, മാൾട്ടീസ് ക്രോസ്, all of the above. Next, cardiac ambulance is also known as dash. Cardiac ambulance 4 ടൈപ്പ് പറഞ്ഞില്ലേ നമ്മള് ആംബുലൻസുകളെ? ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. അതിനകത്ത് കാർഡിയാക് കെയർ ആംബുലൻസ് അതിനെ എന്താ പറയുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, നൺ ഓഫ് ദ എബോ. ഏതായിരുന്നു? കാർഡിയാക് കെയർ ഏറ്റവും ലെവൽ ഡി ആണ് വന്നെ അല്ലെ? അത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അത് ഷെയർ ചെയ്യണ്ടല്ലോ. പേജ് നമ്പർ ഇവിടെ ഇട്ടേണ്ട്. ഞാൻ ഇതിന്ന് എടുക്കുമ്പോൾ കുറച്ച് സമയം വരും. ഇതൊക്കെ നമ്മൾ നേരത്തെ ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, ടൈപ്പ് ബിയില് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിള്, ടൈപ്പ് സിയില് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. കണ്ട, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ടൈപ്പ് ഡിയില് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. കണ്ട, അതിനകത്ത് അതിലുള്ള ഫെസിലിറ്റികൾ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും അതുകൂടി ഒന്ന് നോക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നോക്കി, അതിനകത്ത് ഡിഫിബ്രിലേറ്റർ, ECG മെഷീന്, വെന്റിലേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, പൾസ് oximeter, resuscitation kit, suction machine, nebulizer, BP apparatus. അത്രയും എക്യുപ്മെന്റ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ അതിന്റെ ഓരോന്നും ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം നോക്കണം കേട്ടോ. Which machine is used to check on the heart rate of a person? ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ. അതാണ് ECG മെഷീൻ. പിന്നെ പൾസ് ഓക്സിമീറ്റർ used to check the amount of oxygen in the blood. അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് സെക്ഷനുകളാണ് ഇത്. ഇതാണ് ഇപ്പൊ നമ്മളോട് ചോദിച്ചത്. അതിൽ നിന്ന് തന്നെയുള്ളത്. പിന്നെ അതിൽ കണ്ടോ, കോസ്റ്റ് അനുസരിച്ച് ഗവൺമെന്റ് ഫണ്ടഡ്, പ്രൈവറ്റ്ലി ഫണ്ടഡ്, ചാരിറ്റി ഫണ്ടഡ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. അതൊക്കെ നോക്കി വെക്കുക. നെക്സ്റ്റ്, ഈ ലബോറട്ടറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലബോറട്ടറിയിലാണ്. ഓക്കെ, എ ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് അപ് ടു 101 to 400 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. ഏതാണ്? സ്മോൾ സൈസ്ഡ് ആണോ, ലബോറട്ടറി ആണോ, ലാർജ് സൈസ്ഡ് ആണോ, മീഡിയം സൈസ്ഡ് ആണോ, വെരി ലാർജ് സൈസ്ഡ് ആണോ? നോക്കി, സാമ്പിൾ അപ് ടു 101 to 400. നോക്കി ഒന്ന്, ലബോറട്ടറി എടുക്കണം. അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതാണ് ഏത് ടൈപ്പ് ആണെന്നുള്ളത്. മീഡിയം സൈസ്ഡ് ആണ്. ഷഹനാസിന്റെ കറക്റ്റ് ഇട്ടുണ്ട്. മീഡിയം സൈസ്ഡ് ആണ് കേട്ടോ. ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് അപ് ടു 101 to 400 പേഷ്യൻസ്. ഇത് ഏതാണ്? മീഡിയം സൈസ്ഡ് ലബോറട്ടറി ആണ്. മീഡിയം സൈസ്ഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ്,
പിന്നെ നമ്മള് മോർച്ചറിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Dead bodies that are not claimed are kept in mortuary for dash. എത്ര സമയം വെക്കാം എന്നാ പറഞ്ഞേക്കണേ മോർച്ചറിയില്? ക്ലൈം ചെയ്യാത്ത ബോഡീസ് എത്ര ടൈം കീപ്പ് ചെയ്യും? 24 hours, 48 hours, 72 hours, 12 hours. ക്ലൈം ചെയ്യാത്ത ബോഡീസ് 72 മണിക്കൂർ വരെ ഹോസ്പിറ്റലില് മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നാണ്, ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് ഈസ് കോൾഡ് ഡാഷ്. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്, മൃതദേഹങ്ങളുടെ സെൽഫ് സ്റ്റഡി, പത്തോളജി, ഓട്ടോപ്സി, ഫോങ്കോളജി, നൺ ഓഫ് ദ എബോവ്. ഏതായിരുന്നു സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്? ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം അല്ലെ, ഓട്ടോപ്സി ആണ്. നെക്സ്റ്റ് മോർച്ചറിയിൽ തന്നെ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പാർട്ട് ഓഫ് ഇതിന്റെ ഹോസ്പിറ്റൽ, ഫ്യൂണറൽ ഹോംസ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, നൺ ഓഫ് ദ എബോവ്. ഇതാണ് അങ്ങനെ തന്നെ സെന്റൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് എ പാർട്ട് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത് സെക്കൻഡ് ഇതിനകത്ത് ചോദിച്ചേക്കണേ കേട്ടോ. ഇനി തേർഡ് മൊഡ്യൂൾ നോക്കാം. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത്രയും ചാപ്റ്ററുകളാണ് എടുക്കുന്നത്. ഇനി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ പറയണ്ടല്ലോ, അതൊക്കെ എളുപ്പമുള്ള ചാപ്റ്റർ. പിന്നെ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇതൊന്നുമില്ല, മാർക്കറ്റിംഗ് വന്നത് ആദ്യത്തെ സെക്ഷൻ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ട്രാഫിക്, സേഫ്റ്റി ആൻഡ് പേഷ്യന്റ് കെയർ, അങ്ങനെ ആദ്യത്തെ സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്, ജനറൽ സേഫ്റ്റി റൂൾസ്. അപ്പൊ അതിന്റെയൊക്കെ ആ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കംസ് അണ്ടർ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയറിലോ അല്ലെങ്കിൽ സേഫ്റ്റി ഇൻ ട്രാഫിക്, അതിലൊക്കെ വരുന്നത് ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇവിടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നിന്നുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഏതാണ്? ടൈം ബിറ്റ്വീൻ ദ ഓർഡറിംഗ് മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് കോൾഡ് ദ ഡാഷ്. എന്താ? സ്റ്റാർട്ടിംഗ് ടൈം, ലീഡ് ടൈം, എൻഡിങ് ടൈം, പർച്ചേസിംഗ് ടൈം. ടൈം ബിറ്റ്വീൻ ദ ഓർഡറിംഗ് ഏതാണ്? ലീഡ് ടൈം. ഓക്കെ. പിന്നെ അടുത്തത് നോക്കിയേ, ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ചസ് ബട്ട് ദ ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. എക്യുപ്മെന്റിന്റെ ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം മാറും, പക്ഷെ ഓണർഷിപ്പ് മാറുന്നില്ല. അതിനെന്താ? ലീസിംഗ്. ഓക്കെ, വെരി ഗുഡ്, ലീസിംഗ് ആണ്. പിന്നെ അതിനകത്ത് ഡെസിമലുകളൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ. അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ഡെസിമൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ ഐറ്റം. ഡെസിമൽ ഉപയോഗിക്കുന്ന ഏതിനകത്താണ്? ആൽഫബറ്റിക്, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, കൊഡാക് സിസ്റ്റം, ഡെസിമൽ സിസ്റ്റം, ന്യൂമറിക്കൽ സിസ്റ്റം. എളുപ്പമുണ്ട്. ഇത് ഡെസിമൽ എന്ന് തന്നെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം എഴുതാം, ഡെസിമൽ സിസ്റ്റം ആണ്. പിന്നെ അടുത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കംസ് അണ്ടർ ഹൈ കോസ്റ്റ് ടീം ABC അനാലിസിസ്. ABC അനാലിസിസിന് മെറ്റീരിയൽസിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഹൈ കോസ്റ്റ് വരുന്ന ഏതാ? A ഐറ്റം ആണ് ഹൈ കോസ്റ്റ് വരുന്നത്. പിന്നെ അടുത്തത്, ഡാഷ് ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഏതാണ് ടു-വേ കമ്മ്യൂണിക്കേഷൻ? ഇസ് ദ ബയർ ആൻഡ് സെല്ലർ. എന്താണ്? നെഗോഷിയേഷൻ. അല്ലെ, നെഗോഷിയേഷൻ ആണ് ടു-വേ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പിന്നെ അടുത്തത് സേഫ്റ്റിയുടെ ഒന്നും ഞാൻ ഇനി പറയരുത് കേട്ടോ. പിന്നെ മാർക്കറ്റിംഗില് കണ്ടാ ഇതിനകത്ത് നോക്കി, ദ മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജീസ് കോൾഡ് ഡാഷ്. പർച്ചേസിംഗ് മിക്സ്, കമ്മ്യൂണിക്കേഷൻ മിക്സ്, മാർക്കറ്റിംഗ് മിക്സ്, മെറ്റീരിയൽസ് മിക്സ്. ഏതാ? പർച്ചേസിംഗ് 4 സ്ട്രാറ്റജീസിന്റെ മിക്സിനെ എന്താ നമ്മൾ പറയുന്നത്? മിക്സിംഗ് ഓഫ് 4 സ്ട്രാറ്റജി. ഏതാണ്? മാർക്കറ്റിംഗ് മിക്സ്. ഓപ്ഷൻ സി ആയിരുന്നു, മാർക്കറ്റിംഗ് മിക്സ് ആണ്. പിന്നെ അടുത്തത്
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ആദ്യത്തെ ഞാൻ പോസ്കോബ് പറഞ്ഞില്ലേ, ആ പോസ്കോബിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഏതാണ്, പോസ്കോബിലെ പി സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്, അങ്ങനെയാ ചോദിച്ചേക്കുന്നത് കേട്ടോ. പി എന്ന് പറഞ്ഞ ഏതിനെയായിരുന്നു, പ്ലാനിങ്ങിനെയാണ് അല്ലെ, ഓർഗനൈസിങ്. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ പോസ്കോബ് എന്നുള്ളത്, ഇതിൽ ഓരോ ലെറ്റേഴ്സും സൂചിപ്പിക്കണം നോക്കണം. പിന്നെ അതിനകത്ത് ഡാഷ് ഇട്ട് തരാം, ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് തരാം. അപ്പൊ അത് ഏതാണെന്നുള്ളതും നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടത് നോക്കണം. ഇതൊക്കെ നമ്മള് പറഞ്ഞല്ലോ. അത്രയൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളില്. പിന്നെ അതിനകത്ത് നാലാമത്തെ മൊഡ്യൂളില് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എടുത്തു, ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ക്വാളിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ബേസിക് ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ. ലോണ്ടറി ആൻഡ് ലിനനും ഇതുപോലെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടി വേഗം നോക്കിക്കൊള്ളാം. ഒബ്ജക്റ്റീവ്സ് അവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഇൻക്ലൂഡ് ഡാഷ്. ഒബ്ജക്റ്റീവ്സില് അതെന്തായാലും അത് നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ അറിയാം. ലോണ്ടറി ആൻഡ് ലിനന്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ടു പ്രൊവൈഡ് കോൺസിസ്റ്റന്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റേറ്റീവ് ലിനൻ ടു വേരിയസ് റിക്വയർഡ് ഏരിയാസ്, to control hospital infection and retain the quality of care, to retain a comfortable and a safe environment for the patient, staff and visitors. Option D, all of them. Laundry and linen objectives. എല്ലാവരും അതിന്റെ objectives ആണ്. Next question, okay. The most preferred and frequently used linen material in the hospital is, ഏതായിരുന്നു നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്, കോട്ടൺ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഔട്ട്സോഴ്സിംഗ് ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട്സോഴ്സിംഗ് ഇൻ ലോണ്ടറി സർവീസ്, അതൊക്കെ നോക്കണം. പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലേ, ഏതൊക്കെയാ സ്റ്റാഫ് ഫെസിലിറ്റി എന്നൊക്കെ പറഞ്ഞ ഫെസിലിറ്റീസ്, അതൊക്കെ നോക്കി പോണം. പിന്നെ അടുത്തത് നമുക്ക് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അവിടെ JCI അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. പിന്നെ ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് ഫോർമുലാസ് ക്വാളിറ്റിയിൽ കേട്ടോ, ക്വാളിറ്റി മാനേജ്മെന്റില് നമ്മൾ അതിനകത്ത് ഫോർമുലാസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കുക, അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഓവർവ്യൂലുള്ള ഫോർമുലാസും നോക്കണം കേട്ടോ. മെയിൻ എക്സാമിനൊക്കെ അതീതൊക്കെയാണ് കൂടുതൽ ചോദിച്ച് കണ്ടേക്കണം ഓവർവ്യൂ എന്നുള്ളത് കേട്ടോ. മറ്റേത് നോക്കണ്ടെന്നല്ല പറഞ്ഞത്, എങ്കിലും ഓവർവ്യൂല് മോർട്ടാലിറ്റി റേഷ്യോ, ICU, സ്പെസിഫിക് മോർട്ടാലിറ്റി, അതിന്റെയൊക്കെ ഫോർമുലാസ് നമ്മൾ പഠിക്കല്ലേ ഓവർവ്യൂല്, അതൊക്കെ നോക്കിക്കോളണം. ഫോർമുലാസ് ഒക്കെ നോക്കുക ഇതിനകത്ത്. ഇവിടെ ചോദിച്ചാൽ ഫോർമുല ടു ഫൈൻഡ് ക്വാളിറ്റി എന്നുള്ളതാട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റിലെ ഫോർമുല ചോദിച്ചേക്കുന്ന പറഞ്ഞാൽ ഫോർമുല ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് എടുക്കുന്ന ടൈം ഓപ്ഷൻസ് വായിക്കാം. നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ദെൻ ഓപ്ഷൻ ബിയില് നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഡിവൈഡഡ് divided by sum of the time taken for discharge into 100. Then അടുത്ത് നോക്കിയേ, sum of the time taken for discharge. ക്വസ്റ്റ്യനിൽ തന്നെ ഇല്ലേ, find the time taken for discharge, അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്മുടെ. ആൻസറിൽ അത് തന്നെയാണ് നമ്മൾ ഏത് ന്യൂമറേറ്ററിലേക്ക് വന്നേക്കണത്. ന്യൂമറേറ്റർ ഏത് അവിടെ കിടക്കുന്നത്, സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്ഡ്. ആ ഫോർമുലാസ് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ പഠിക്കണ്ട നിങ്ങള്. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം, ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട. ഇക്കിനും തന്നെ നമ്മൾ നിങ്ങൾക്ക് പഠിച്ചപ്പോഴും മനസ്സിലായില്ലേ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ഓൾമോസ്റ്റ്. അപ്പൊ അത് അങ്ങനെ നോക്കി പഠിക്കുക കേട്ടോ. അതിനകത്ത് ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് വന്നത് സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. പിന്നെ അടുത്തതാണ്, പിന്നെ അവിടെ ഒരു ഫോർമുലയും കൂടി ചോദിച്ചിട്ടുണ്ട്. ഫോർമുല ടു ഫൈൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU.
Standardized mortality ratio in ICU. Actual death in ICU divided by predicted death in ICU into 100. Correct answer മാത്രമായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. നേരെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ഇൻഡു തന്നിട്ടുണ്ട് ഓപ്ഷൻസ്. ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഇൻറ്റു പ്രിഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU, predicted death in ICU divided by actual death in ICU. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് കറക്റ്റ് അറിയാലോ ഫോർമുല ടു ഫൈൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ദ ICU. മോർട്ടാലിറ്റി റേഷ്യോ ഇതിനകത്ത് തന്നെയാ ഓവർവ്യൂവിൽ വരുന്നല്ലേ. മോർട്ടാലിറ്റി റേഷ്യോ എങ്ങനെ കാണുന്നത്? ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU ഇൻറ്റു 100. ഓവർവ്യൂവിലുള്ള എല്ലാ ഫോർമുലയും നോക്കണം കേട്ടോ. മോർട്ടാലിറ്റി ഒക്കെ നോക്കുക. സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി, ICU മോർട്ടാലിറ്റി അതൊക്കെ നോക്കി വെക്കാം. പിന്നെ ഹൗസ് കീപ്പിങ്ങിന്റെയും നമ്മള് ഇപ്പൊ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ഇതിനകത്ത് പിന്നെ ചലഞ്ചസ് ഇല്ലേ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് ലാസ്റ്റ് വന്നത് ചലഞ്ചസിൽ വന്നത് ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതൊക്കെ നോക്കണം. പിന്നെ അടുത്തത് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് നമ്മൾ ചോദിച്ചേക്കുന്ന വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ബെനിഫിറ്റ്സ് ആണോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് ആ ചോദിച്ചേക്കണേ. ഓപ്ഷൻ എയില് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ. ദെൻ ഓപ്ഷൻ ബിയില് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡേറ്റ. ഓപ്ഷൻ സിയില് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ദെൻ ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ ടൈം. ഇത് നോക്കി വെക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷൻ ഡി എല്ലാം വരുന്നതാണ്. പിന്നെ ഇവിടെ ചോദിച്ചാൽ എക്സ്പാൻഡഡ് ഫോം ഓഫ് കൂടി ചോദിച്ചിട്ടുണ്ട്. RPM ആണ്. RPM നമ്മൾ പഠിച്ചതല്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ദൂരത്ത് നിന്ന് പേഷ്യന്റ് നോക്കുന്നത്, ഡയറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പോകാതെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുന്നതാണ് അല്ലെ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. പിന്നെ അതിനകത്ത് ഓരോന്നും ഓരോ മൊഡ്യൂളുകളും അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ ചോദിച്ചേക്കുന്നുണ്ട് dash prevalence is the number of cases of health event at a certain time. അത് പഠിച്ചില്ല പലതരത്തില്. പോയിന്റ് പ്രീവാലൻസ്, പീരീഡ് പ്രീവാലൻസ്, ലൈഫ് ടൈം പ്രീവാലൻസ്, നൺ ഓഫ് ദ എബോവ്. ഇതെല്ലാം നോക്കിക്കോളാം കേട്ടോ. പോയിന്റ്, പീരീഡ്, ലൈഫ് ടൈം പ്രീവാലൻസ്, നൺ ഓഫ് ദ എബോവ്. പിന്നെ അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആ ഒരു സെക്ഷനിൽ ചോദിച്ചു കണ്ടത്. പിന്നെ ഇവിടെ ആ ഹൗസ് കീപ്പിംഗിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത് ഓർഗാനോഗ്രാം ആയിരുന്നു കേട്ടോ. ചൂസ് ദ കറക്റ്റ് ഓർഗാനോഗ്രാം റിലേറ്റഡ് ടു ഹൗസ് കീപ്പിംഗ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ഓർഗാനോഗ്രാം നോക്കണം. പിന്നെ അതിനകത്ത് പ്രോപ്പർട്ടീസ്, ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ ഒരു സെക്ഷനിലൊക്കെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫോർമുലാസ് ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബൈ ഹാർട്ട് ചെയ്യണ്ട, നിങ്ങളത് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ ഒരു ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പൊ ആരും ടെൻഷൻ അടിക്കണ്ട. അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ.
ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഒന്ന് കയറിയതാണ് കേട്ടോ. ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ ചെയ്യാലോ എന്ന് വിചാരിച്ച് പിന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണ്ടേ. ഒരുവിധമൊക്കെ എല്ലാത്തിനും ആൻസർ എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും എല്ലാ സെക്ഷനുകളും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റുകൾ പറഞ്ഞേക്കുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു വെക്കുക, ഗൈഡ് ഉള്ളവരെ ഗൈഡ് നോക്കുക, പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടല്ലോ അതൊക്കെ നോക്കി നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എക്സാമിന്റെ ഡേറ്റ് വരേക്കും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ഈ ഒരു സമയം തന്നെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങളിപ്പോ എന്തായാലും ക്ലാസ്സിൽ 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം വരെ നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോരെ. അതായത് ഉച്ചയ്ക്ക് 1:30 മുതൽ നമുക്ക് 3:30 വരെ 2 മണിക്കൂർ ക്ലാസ് ഇല്ലേ, ആ ഒരു ടൈം നിങ്ങൾ ക്ലാസ് ആണെന്ന് വിചാരിച്ച് തന്നെ അത്രയും സമയം എക്സാം കഴിയും. എന്തായാലും ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടു അല്ലേ, ഇത്രയും നാള് നമ്മൾ പല ബുദ്ധിമുട്ടുകളും അല്ലെ, പഠിക്കാൻ വീട്ടിലാണെങ്കിൽ ഒരുപാട് പണിയുടെ ജോലി തിരക്ക് ഒക്കെ ഇടയ്ക്കാണ് നമ്മൾ ഈ 2 മണിക്കൂർ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ലൈവിൽ കയറുന്നത്. അപ്പൊ അത്രയും സമയം തന്നെ എക്സാം വരേക്കും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്രയും സമയം നിങ്ങൾ ക്ലാസ് തീർന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയം തന്നെ പഠിക്കാം. അത്രയും സമയം ഒരു ദിവസം 2 മണിക്കൂർ നമുക്ക് പകല് നിങ്ങൾക്ക് നേരെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സമയം പോലെയൊക്കെ റിവൈസ് ചെയ്യുക. ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് കുറേ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് അല്ലെ, കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയാ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോ തന്നെ നമുക്കൊരു ഓർമ്മയൊക്കെ കിട്ടും. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ആരും ടെൻഷൻ അടിക്കാതെ നല്ല കൂളായിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് ഞാൻ പറയുന്നതിന്റെ ഇവിടെ നിന്ന് എങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ. ചെക്ക് നോക്കി എന്നുള്ളത് ഇതുള്ളൂ. പിന്നെ എന്താണ് വേറെ പറയാനുള്ളത്, ഇനിയിപ്പോ നെക്സ്റ്റ് മാം സോളി മാം അല്ലേ, സോളി മിസ് ക്ലാസ്സിൽ കയറും കേട്ടോ. ആരും പോകണ്ട, മിസ്സും റിവിഷൻ തരും. സോളി മിസ് കയറും. പിന്നെ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രീസ മാമിന് ഓഫർ ഉണ്ടോ, മറന്നുപോയോ? മിസ് എന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ്. അപ്പൊ മിസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് തരാം കേട്ടോ. അതും കൂടി പറഞ്ഞേക്കാൻ പറഞ്ഞു ട്രീസ മാം എന്നോട്. ഒരു ഓൾ ദി ബെസ്റ്റ് എന്റെ പിള്ളേർക്ക് കൊടുത്തേരെ കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേരെ, എല്ലാവരോടും നന്നായിട്ട് എക്സാം എഴുതാൻ പറയാനൊക്കെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ പറഞ്ഞത് ഇതിന് ലാസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഇല്ലാതെ ഞാൻ ഇറങ്ങിക്കോട്ടെ. മിസ് സോളി മിസ് നിങ്ങൾക്ക് റിവിഷൻ തരും കേട്ടോ, കയറും. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ പറയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഇത്രയും നാള് നമ്മൾ പഠിച്ചതിന്റെ ഒരു റിസൾട്ട് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് മാക്സിമം സമയം കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നോക്കുക, ഗൈഡുകൾ ഉള്ളവർ ഗൈഡൊക്കെ നോക്കി പഠിക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു വലിയൊരു ഇതൊരു ഭാരം ഇറങ്ങും എക്സാമോട് കൂടി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ പറയാണ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മിസ് കയറും കേട്ടോ, സോളി മിസ് കയറും.